ഏറെ നാളത്തെ മൗനത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചത്. ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയ ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചത്. തുടർന്ന് ഇസ്രായേലിനെ ഇറാന്റെ പരമോന്നത മേധാവി ആയത്തുള്ള ഖമേനി പരസ്യമായി വെല്ലുവിളിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇറാൻ ആക്രമണവുമായി മുന്നോട്ടു പോയില്ല. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇറാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന വീഡിയോയും പുറത്തുവിട്ടിരുന്നു. ഇറാന്റെ വിമോചനം ഉടൻ ഉണ്ടാകുമെന്നാണ് വീഡിയോയിൽ നെതന്യാഹു അവകാശപ്പെട്ടത്. Support the rapists and murderers of Hamas and Hezbollah, but your leaders do. You deserve more. The people of Iran should know Israel stands with you. May we together know a future of prosperity and peace. അടിമത്തത്തിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കണമെന്നും ഇറാനും ഇസ്രായേലും സമാധാനത്തോടെ കഴിയുന്ന ഒരു കാലം വരും എന്നൊക്കെ വീഡിയോയിൽ നെതന്യാഹു പറയുന്നുണ്ട്. പിന്നാലെയാണ് ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചത്. തൊട്ടു പിന്നാലെ വെടിവയ്പും ഉണ്ടായി. മേഖല യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ ആശങ്കയിലാണ് ലോകം. അതിനിടെ കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ ആക്രമണത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്ത മിസൈലുകളിലൊന്ന് പതിച്ചത് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിൻ്റെ ആസ്ഥാനത്തിന് സമീപത്താണെന്നാണ് റിപ്പോർട്ടുകൾ. മിസൈൽ പതിച്ച് തെലവീവിലെ ആസ്ഥാനത്തിന് സമീപം ഒരു വൻ ഗർത്തം രൂപപ്പെട്ടു. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. واو واو شدور حاي يا ابوي هذه الصاروخ. شوف 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 الفطاط. شوفوا شوفوا واو 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 هاي الدولة جات تسكروا علينا الليلة. راحت الباص. മൊസാദ് ആസ്ഥാനത്ത് നിന്ന് 3 കിലോമീറ്റർ മാത്രം അകലെ ഹെർസിയയിലെ ഒരു ബഹുനില അപ്പാർട്ട്മെൻറ്റിന് സമീപത്ത് നിന്ന് ചിത്രീകരിച്ച വീഡിയോ ആണ് പ്രചരിക്കുന്നത്. വീഡിയോയിൽ പാർക്കിംഗ് സ്ഥലത്ത് രൂപപ്പെട്ട ഗർത്തം കാണാം. മിസൈൽ ആക്രമണത്തിൽ പൊടിപടലങ്ങൾ ഉയർന്ന് വാഹനങ്ങൾ മണ്ണിൽ പുതഞ്ഞതും കാണാം. ഒരു സിനിമാ കോംപ്ലക്സിൽ നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രം അകലെയാണ് മിസൈൽ വീണത്. ചൊവ്വാഴ്ചയാണ് ഇറാൻ ഇസ്രായേലിന് നേരെ 180ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടത്. അതിൽ ഭൂരിഭാഗവും ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വെടിവെച്ചിട്ടെന്നാണ് റിപ്പോർട്ടുകൾ. محمود وين عايش محمود؟ يا ولدي يا ولدي ايه الدولة بتعطيك سيارة جديدة يا رجل. واو واو شدور حاي يا ابوي هذه الصاروخ. شوف 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 الفطاط. شوفوا شوفوا واو واو واو